നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു യുദ്ധത്തിന്റെ വാർത്തകൾ, യുദ്ധത്തിന്റെ മുഴക്കം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്ക അങ്ങനെ ആദ്യ പ്രഹരം അടിച്ചിരിക്കുകയാണല്ലേ. കഴിഞ്ഞ ദിവസമാണ് ഹൂതികൾ ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നുള്ള വലിയ മുറവിളികളുമായി രംഗത്തെത്തിയത്. ചെങ്കടലിലെ പല ബോട്ടുകളും കപ്പലുകളും ഒക്കെ തന്നെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്ക ഇപ്പോഴിതാ യമനിലേക്ക് ശക്തമായ ബോംബിംഗ്, ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുകയാണ്. വീണ്ടും ഒരു യുദ്ധത്തിന് തുടക്കമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹൂതികളുടെ ഒരു മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ ഇത്തരം ഒരു അറ്റാക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അല്ലെ. പെട്ടെന്ന് ഈ ഒരു മാറ്റം, മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കൊടും മഴയൊക്കെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് യമനുമായി ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. ട്രംപിന്റെ പുതിയ നീക്കം, ട്രംപ് വന്നതിന് ശേഷമുള്ള ആദ്യമായിട്ടുള്ള അല്ലെ ഒരു സൈനിക നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ അധികം യുദ്ധം എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം വലിയ രീതിയിലൊരു അറ്റാക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നില്ല. പക്ഷെ മാർച്ച് 2-നാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ അവസാനിച്ചത്. പക്ഷെ അതിനുശേഷം അറ്റാക്ക് ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഏകദേശം ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ആ റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെയൊക്കെ ലഭിച്ചു തുടങ്ങിയത്. അതായത് അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലായ ഹാരിസ് ട്രൂമാനിലൂടെ ഇപ്പോൾ യമനിലെ സന, അവരുടെ തലസ്ഥാനമായിട്ടുള്ള സനയിൽ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 24 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഒരു മണിക്കൂർ മുൻപുള്ള ഒരു റിപ്പോർട്ടാണ്. ഏകദേശം 24ഓളം ആളുകൾ അവിടെ ഈ ഒരു വലിയൊരു വമ്പൻ എയർ സ്ട്രൈക്കിലൂടെ ഇപ്പോൾ അമേരിക്ക കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ പോലെ ഹൂത്തികൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ തന്നെ ഈ ഗാസയിലേക്കുള്ള ഈ സഹായ ട്രക്കുകളെല്ലാം തന്നെ ഇസ്രായേലി റാഫ അതിർത്തി അവിടെ വെച്ചിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗാസയിലേക്ക് ഈ മാനുഷിക സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഈ മരുന്ന്, ഭക്ഷണ സാധനങ്ങളെല്ലാം ഒന്നും തന്നെ അവിടേക്ക് ലഭിക്കാതെ അതിർത്തി അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയത്. ഈ 4 ദിവസത്തിനുള്ളിൽ ഈ ട്രക്കുകൾ കടത്തിവിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗാസയിലെ അവിടുത്തെ അഭയാർത്ഥികൾക്ക് മറ്റും സഹായം നൽകിയില്ലെങ്കിൽ ഇത്തരത്തിൽ അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ അറ്റാക്ക് നടത്തും എന്നൊരു മുന്നറിയിപ്പ് ഹൂത്തികൾ ഈ 4 ദിവസം മുമ്പാണ് നൽകിയിരുന്നത്. പക്ഷെ അത്രയും ദിവസം പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ട്രക്ക് അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹൂത്തികൾ ഒരു ആക്രമണം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനു മുൻപ് ഒരു മുഴം മുന്നേ ഇപ്പോൾ അമേരിക്ക അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ സനയുടെ പല കെട്ടിടങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. 24ഓളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ഇപ്പോൾ അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏതായാലും അടുത്ത് കിട്ടാൻ പോകുന്നത് ഇറാനായിരിക്കും. കാരണം ഇവർക്ക് പിന്തുണ നൽകുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടി ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഇറാനും ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇവർക്ക് സപ്പോർട്ട് നൽകുന്നത്, ഈ ഒരു പാലസ്തീനികൾക്ക് സപ്പോർട്ട് നൽകുന്നതും കൂടെ ഹൂത്തികൾ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ശ്രീജ പറഞ്ഞ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 3 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു അറ്റാക്ക് സംഭവിക്കുന്നത്. ഏതായാലും ഇത് അവസാനിപ്പിക്കില്ല. ഈ പറയുന്ന 2 കാര്യങ്ങളൊന്ന്, ഈ സപ്പോർട്ട് അവർക്ക് നൽകുന്നത് നിർത്തണം, അല്ലെങ്കിൽ ഇവർക്ക് ഈ കപ്പലുകൾ, ഇത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഒരു അറ്റാക്ക് ഇനി നടത്തിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഇനി ഇറാനിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ മറ്റുള്ള ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇതിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതിലിപ്പോൾ ഒരു വലിയ രീതിയിൽ അറ്റാക്കിനോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അമേരിക്ക വഴി ബ്രിട്ടന്റെ കപ്പലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അമേരിക്കയുടെ പതാകയൊക്കെ ആയിട്ട് കടന്നു പോകുന്ന കപ്പലുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ആക്രമണം നടത്തുന്നത്. ഏകദേശം 2023 ഒക്ടോബർ 7-ന് ആദ്യമായിട്ട് അറ്റാക്ക് നടത്തി. നവംബർ മുതലാണ് ഹൂത്തികൾ ഇവർക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നത്. നവംബർ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 100-ലധികം കപ്പലുകൾക്ക് നേരെയാണ്, ഈ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഹൂത്തികൾ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടയ്ക്കൊന്ന് നിൽക്കും, പിന്നെ വീണ്ടും അത് അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും അതുവഴി കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് അവരുടെ വ്യാപാരമൊക്കെ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അത് പിന്നീട് ആ വഴി കടന്നു പോകാതെ മറ്റുള്ള വഴികളിലൂടെ അത് ദൂരമുണ്ട്, അതുപോലെ തന്നെ ചെലവേറിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും പോകാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന
ഈ ചെങ്കടൽ വഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഭീഷണിയായിരുന്ന പല കപ്പലുകൾ അവർ മുക്കിയിട്ടുണ്ട്. അതുകൂടെ കടന്നു പോകുന്ന പല ആളുകളെയും അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഹൂത്തികൾ. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മാത്രമല്ല ഈ ഇറാനുമായിട്ടുള്ള ഈ ആണവ കരാറിന്റെ വീണ്ടും ഒരു ചർച്ച നടത്താം എന്നുള്ള ആ ഒരു വക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ട്രംപിന്റെ ഭാഗത്തുനിന്നൊരു മുന്നറിയിപ്പ്, അതുപോലെ തന്നെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ഖമേനിക്ക് ട്രംപ് അയച്ചിരുന്നു. ആ കത്തിൽ ആദ്യഘട്ടത്തിൽ ഖമേനി പ്രതികരിച്ചില്ല എങ്കിൽ പോലും പിന്നീട് ഖമേനി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരുവിധ സഹകരണവും വേണ്ട എന്ന് ഖമേനി പറഞ്ഞിരുന്നു. അതായത് സഹായ ഹസ്തവുമായി ഇസ്രായേലിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപ് ആ ഒരു കത്ത് ഖമേനിക്ക് അയച്ചിരിക്കുന്നത്. അതായത് ട്രംപ് നോക്കിയതാണ് ഇറാൻ ഒരു ആണവായുധ കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഈ അണിയറയിൽ ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉള്ള നീക്കം ഇറാന്റെ ആ നീക്കം വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ്. എങ്കിൽ പിന്നെ ആ ഒരു നീക്കം അമേരിക്ക അറിയാതെ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ, ആണവ കരാറിൽ ഒരു കൈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അറിയാതെ ഒരു നീക്കവും ഇറാൻ നടത്തുകയില്ല. ഇറാന്റെ പ്രധാന ശത്രുവായ ഇസ്രയേലിനെ അടിക്കുവാനും അതുപോലെ തന്നെ അതുവഴി അമേരിക്കയെ തുരത്തുവാനുമാണ് ആണവ പ്രയോഗം ഒരുപക്ഷെ ഇറാൻ ഇറക്കുന്നതെങ്കിൽ ഇറക്കുകയുള്ളൂ. അപ്പോൾ അമേരിക്ക അതിന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നീക്കവും അമേരിക്ക അറിയാതെ ഇറാൻ നടത്താൻ സാധിക്കുകയില്ല. ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ബുദ്ധി, ആ ഒരു കഴുകൻ ബുദ്ധി ട്രംപ് ഉപയോഗിച്ചതായിരുന്നു ആ കത്തിലൂടെ. പക്ഷേ ട്രംപ് മുന്നോട്ട് വെച്ച ആ ഒരു സഹായ ഹസ്തം, അല്ലെങ്കിൽ ആ ഒരു കൈ സത്യത്തിൽ ഖമേനി വേണ്ട എന്ന് വെക്കുകയാണ്. ട്രംപിന്റെ സഹായ ഹസ്തങ്ങൾ നിരസിച്ചിട്ടുള്ള ഒരു രാജ്യവും പിന്നീട് ഗതി പിടിച്ചിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യമന്റെ ഒരു നീക്കവും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ ഒരു നീക്കവും നോക്കി നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഖമേനി അപ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഹൂതികൾ ഇപ്പോൾ ഇതാ സംരക്ഷണവുമായി എത്തുന്നത്. അതിനുശേഷമാണ് ഹൂതികൾ ഇത്തരത്തിൽ മുറവിളിയുമായി എത്തുന്നത്. അതായത് മാർച്ച് 2-ന് ഈ മാസം 2-ാം തീയതിയോടുകൂടി 2-ാം ഘട്ട വെടിനിർത്തൽ കരാറ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിന്റെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതിനുശേഷം പിന്നെ 3-ാം തീയതി രാത്രി, അല്ലെങ്കിൽ 12-ാം തീയതി രാത്രി മുതൽ 3-ാം തീയതി ആവുകയാണല്ലോ. അന്ന് മുതൽ തന്നെ, അപ്പോൾ മുതൽ ആ സെക്കൻഡ് മുതൽ തന്നെ ഇസ്രായേൽ നേരത്തെ എന്താണോ അവിടെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് അത് നടപ്പാക്കുകയായിരുന്നു, ആ നിയമം നടപ്പാക്കുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായ ഹൂതികളാണ് ശക്തമായി മുന്നോട്ട് വരുന്നത്. ഈ ത്രിബിൾ-എച്ചിന്റെ ഭാഗമായ ഹൂതികൾ ഇത്രയും ശക്തമാകുമ്പോൾ ഇറാൻ തന്നെയാണ് അതിന്റെ തലപ്പത്തുള്ളത്, ഇറാൻ തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ ഹൂതികൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് ആക്രമിക്കുന്നതിന്റെ മറവിൽ, അല്ലെങ്കിൽ ആക്രമിക്കുന്നതിന്റെ സത്യത്തിലുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് നേരിട്ട് ആക്രമിക്കുന്നത് ഇറാനെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ഈ ഒരു ഇസ്രായേലിന്റെ ഈ അമേരിക്കയുടെ സഹായം നിരസിച്ചതിന്റെ കൂടിയുള്ള ഒരു പകയും കലിപ്പും ഒരുപക്ഷെ ട്രംപിന് ഉണ്ടായിരിക്കാം ഈ ഒരു അറ്റാക്കിന് പിന്നാലെ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ട്രംപ് നമ്മൾ കണ്ടു, ഈ ഒരു അധികാരത്തിൽ എത്തിയതിനു ശേഷം കൂടുതൽ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ അറ്റാക്ക് നടത്തണം എന്നുള്ള ഒരു പ്രഖ്യാപനമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടാകുമെന്നൊരു വാർണിംഗ് അദ്ദേഹം അവിടെ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മറ്റ് ഗാസ അവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, അല്ലെങ്കിൽ കടലോര മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാറാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് അവര് കൊണ്ടുവരുന്നത് ഈ ഗാസയിൽ നിന്ന് മുഴുവൻ ആളുകളെയും മറ്റുള്ള അറബ് രാജ്യങ്ങളിലേക്കോ, അതായത് കഴിഞ്ഞ ദിവസം അതിൽ കൃത്യമായി ഏത് രാജ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആഫ്രിക്കയിലേക്കാണ് കൊണ്ടുപോകുന്നത്, സൊമാലിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സൊമാലിലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സുഡാനിൽ നിന്ന് മാറി, ആഫ്രിക്കയിൽ നിന്ന് മാറിയിട്ടുള്ള സൊമാലി ലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടേക്കൊക്കെ പക്ഷെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നാണ് മറ്റേ ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവിടേക്ക് ഏകദേശം ഈ ആളുകളെയൊക്കെ മാറ്റാൻ, അവിടേക്ക് മാത്രമല്ല മറ്റുള്ള മേഖലകളിലേക്കും ഇതുപോലെ അഭയാർത്ഥികളെ മാറ്റി ഇവിടെ മൊത്തത്തിൽ അങ്ങ് പുതിയൊരു ഗാസയാക്കി മാറ്റാനുള്ള പദ്ധതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ അറബ് ഉച്ചകോടിയിൽ അടക്കം അവര് മുന്നോട്ട് വെച്ചത് ഈ ഗാസയിലുള്ള ആൾക്കാരെ ഒഴിപ്പിക്കാതെ തന്നെ അവിടെ ഈ പറയുന്ന പുനരധിവാസം, അല്ലെങ്കിൽ ഈ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ടൗൺഷിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ട്രംപിന്റെ അതുപോലെ തന്നെ നെതന്യാഹു അവർ കൂടെ ചേർന്നിട്ടുള്ള അവരുടെ പ്ലാൻ പറഞ്ഞു മുഴുവനായിട്ട് ഇവിടെയുള്ള ആളുകളെ, കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഇവരെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന തീവ്രവാദവും കാര്യങ്ങളൊക്കെ വീണ്ടും അവിടെ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു സംഘമായിട്ട് അവർ വീണ്ടും അവിടെ ഇപ്പോൾ
ഹമാസിലേക്ക് തുടച്ചു നീക്കി എന്നൊക്കെ പറഞ്ഞാലും ഒരാളുണ്ടായാൽ മതി. വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ വീണ്ടും അതിലേറെ ശക്തി ആർജിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇവരെ മുഴുവനായിട്ട് അവിടെ നിന്ന് ഒഴിപ്പിക്കാം എന്നുള്ളൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഹൂത്തികൾ ഒരു അറബ് മാധ്യമത്തോടടക്കം പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനൊരു തിരിച്ചൊരു മറുപടി അവർ നൽകിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹൂതികൾ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കുകയില്ല. കാരണം ഇസ്രായേലിനെയും എന്തിനാ അമേരിക്കയുടെ കപ്പലിനെ പോലും പിടിച്ചു നിർത്തിക്കൊണ്ട് അതിലെ ഇന്ത്യൻ ഈ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിക്കൊണ്ട് നീക്കം നടത്തുന്ന ഹൂതികളെ നമ്മൾ കണ്ടതാണ്. ഈ ഹൂതികളെ നമുക്ക് ഈ ചെറിയ സംഖ്യയ്ക്ക് വളരെ ചെറുതാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അവർ വലിയ വിശാലമായി പരന്നു കിടക്കുന്ന അല്ലെങ്കിൽ എണ്ണം അതായത് ഈ ഹൂതി കമാൻഡർമാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ യമനിലെ ഈ ഹൂതി വിമതർ എന്ന് പറഞ്ഞാൽ ശക്തമായി തന്നെ അമേരിക്ക ഇസ്രായേലെ അക്ഷരാർത്ഥത്തിൽ നെതന്യാഹുവിനെ പോലും ഒരു ഘട്ടത്തിൽ വിറപ്പിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഹൂതികൾ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ 48 മണിക്കൂർ തികയുന്നില്ല ഹൂതികൾ അക്കാര്യം പറഞ്ഞിട്ട്, അതിന് മുന്നേ തന്നെ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ട്രംപ് അതിന് വെക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് അമേരിക്കൻ കപ്പലുകൾ ഈ ഹൂതികൾ പിടിച്ചെടുത്തു, അതിനെതിരെയുള്ള ശക്തമായ നടപടി എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരം നീക്കത്തിലേക്ക് ഹൂതികൾ ഇപ്പൊ കടക്കുമോ എന്ന് അറിയില്ല. കാരണം അമേരിക്കൻ കപ്പലുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ വലിയ മാരകമായ അറ്റാക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ട്രംപ് അധികാരത്തിലിരിക്കുമ്പോൾ അത് ഉണ്ടാകുമെന്ന് വ്യക്തമായി അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഹൂതികൾ. പക്ഷെ അറിയില്ല. എന്തായാലും ഈ ഹൂതികൾ ഇങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ മുന്നറിയിപ്പുമായി നിൽക്കുന്ന സമയത്ത് ഇസ്രായേലിന് പ്രത്യേകിച്ച് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. കൃത്യമായി തന്നെ തിരിച്ചടിക്കേണ്ടി വരും. ചെങ്കടലിൽ എപ്പോഴും ഇപ്പോൾ വ്യാപാര കേന്ദ്രങ്ങളായിക്കോട്ടെ, ചെങ്കടൽ വഴി വരേണ്ടത് സൂയിസ് കനാൽ വഴിയൊക്കെ തന്നെ വളഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യാപാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാമ്പത്തികപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഹൂതികൾ വീണ്ടും ശക്തമായി തന്നെ ചെങ്കടൽ എന്തോ ഹൂതികളുടെ സ്വന്തമാണ്, സ്വത്ത് പോലെയാണ് അവർ പെരുമാറുന്നത്. ചെങ്കടലിൽ നിങ്ങൾ കാലുകുത്തിയാൽ നിങ്ങളുടെ ബോട്ട് ഒന്ന് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ബോട്ടിനെ കത്തി നശിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ട്രംപ് പറയുകയാണ് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, ഇതൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ഇത് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും, നിങ്ങളെ പൂർണ്ണമായും അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന ശപഥം എടുത്ത പോലെയാണ് ട്രംപ് കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ ശക്തമായ ഒരു എതിർപ്പ് ട്രംപിന്റെ ഇത്തരം മനോഹരമായ സ്വപ്നം അത് നടക്കാൻ പോകുന്നില്ല, സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അതായത് ആ ഉഴുതു മറിച്ചു കിടക്കുന്ന ഗസയാണ് സത്യത്തിൽ. ഈ കോൺക്രീറ്റ് ബീമുകൾ കൊണ്ടും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നതിന്റെ നമുക്ക് അവശിഷ്ടം മാത്രമാണുള്ളത്. സമാധാനമാണ് ഇനി അവശേഷിക്കുന്ന ഗാസക്കാർക്ക് വേണ്ടത്. കാരണം 4 തൂണ് കെട്ടി ഒരു പായ് വിരിച്ച് കിടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്, ഭൂമിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇവരെ എല്ലാവരെയും മാറ്റി എന്തോ ഒരു വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് പോലെ ഈ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിലേക്ക് പോലും കടക്കാൻ സാധിക്കാത്ത, അമേരിക്കയിൽ ഏകദേശം 6ഓളം രാജ്യങ്ങളിലെ ആളുകൾക്ക്, രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് കടക്കാൻ പാടില്ല എന്നുണ്ടല്ലോ, ആ പട്ടികയിലുള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അവിടെ തന്നെ ഏകദേശം 1.5 കോടിയോളം അവിടെയുണ്ട് അഭയാർത്ഥികൾ. വീണ്ടും അവരുടെ ഒരു നിലവിലെ ഒരു സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയാം, അവിടേക്ക് വരുന്ന സഹായം എന്താണെന്ന് അറിയാം. ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂർ മാത്രം ഈ വേവിച്ച അരി എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. അവർ തന്നെ അവരുടെ ജീവിതം നയിച്ചു പോകാനറിയില്ല. അതിനിടയിലേക്കാണ് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും നശിച്ച് വിദ്യാഭ്യാസമില്ലാതെ ഇനി എന്ത് എന്ന ചോദ്യം മുന്നിൽ നിൽക്കുന്നവരെ അവിടേക്ക് തള്ളുക എന്നുള്ള ട്രംപിന്റെ നീക്കം അത് എത്രത്തോളം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ന്യായീകരിക്കാൻ കഴിയാത്തൊന്നും തന്നെയാണ്. പക്ഷേ ഹൂതികളും അതുപോലെ തന്നെയുള്ള ഹമാസുകളും, അതായത് പ്രധാനമായും അമേരിക്ക പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ബാക്കി നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളല്ല, ഇനി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും തിരിച്ചു കൊത്താൻ അത്തരം കഴിവുള്ള ആയുധം കയ്യിൽ ഏന്താൻ കഴിവുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് പക്ഷെ ഒരു ഭയമായിരിക്കാം, ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇത്തരം നീക്കങ്ങൾ നാളെയുടെ ഈ യുദ്ധത്തിന് ഒരു അവസാനമല്ല, തുടക്കം മാത്രമാണല്ലോ. ഇപ്പോൾ നേരത്തെ ഹൂതികൾ സൂചിപ്പിച്ചത് തിരിച്ചടിക്കുമെന്നുള്ള, അവർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കാരണം തിരിച്ചടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൂതികൾ എടുത്തു വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതായത് പണ്ടൊക്കെ തന്നെ ഹൂതികൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളാണ്, അവർ അവിടെ കിടന്ന് അലയ്ക്കും, അതാരും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നിടത്ത് നിന്നും അവർ വളർന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും ഒരു ഘട്ടത്തിൽ വരെ വിറപ്പിച്ച് നിർത്താൻ കഴിയുന്നവരാണ് അവർ. അപ്പോൾ ആ ഒരു മുഖം ഒരു പക്ഷേ മാറേണ്ടി വരുമെന്നുള്ള ഭയത്തിൽ പേരിനെങ്കിലും 2 വെടിക്കോപ്പുകൾ 2 മിസൈൽ
സേനകൾ തിരിച്ചു വിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കപ്പലിനെയെങ്കിലും ഒന്ന് വിറപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഹൂതികളുടെ പേര് കളങ്കപ്പെടുമല്ലോ. അല്ലെങ്കിൽ ബാക്കി ത്രിബിൾ ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും രണ്ടും പൂർണ്ണമായി നശിക്കുമ്പോൾ ബാക്കിയുള്ളത് ഹൂതി മാത്രമാണ്. ഹൂതി അപ്പോൾ പൂർണ്ണമായി നശിക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്ത് മറ്റാരുമില്ല സഹായിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും അമേരിക്ക തിരിച്ചടിക്കുന്നു, ഹൂതികളുടെ തിരിച്ചടിയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.